إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അതിൻ്റെ മധ്യഭാഗത്ത് മുസ്ഹഫ് എടുത്തു നോക്കിയാൽ നമ്മൾ കാണുന്ന ശ്രേഷ്ഠമായ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. വെള്ളിയാഴ്ചകളിൽ നാം പാരായണം ചെയ്തു വരുന്ന സൂറത്ത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേക്കുറിച്ച് പറഞ്ഞത് കാണാം, من حفظ 10 آيات من أول سورة الكهف عصم من الدجال. ആരെങ്കിലും സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ ഹിഫ്ളാക്കിയാൽ, അവനത് പഠിച്ചെടുത്താൽ, മനഃപ്പാഠമാക്കിയാൽ, ഉസിമ മിന ദജ്ജാൽ, ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്ന് അവൻ സംരക്ഷിക്കപ്പെടുന്നതാണ്. ഹദീസിന്റെ മറ്റു ചില റിവായത്തുകളിൽ നമുക്ക് കാണാം സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 10 ആയത്തുകൾ എന്ന്. അവ പഠിച്ച് മനഃപ്പാഠമാക്കുക എന്നത് ദജ്ജാലിന്റെ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്നാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു അവനെ ഹംദ് ചെയ്തുകൊണ്ട് തുടങ്ങിയ ഈ സൂറത്ത്, അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ എന്ന് പറഞ്ഞു തുടങ്ങുന്നതാണ് ഈ സൂറത്ത്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവന്റെ അബിദായ അടിമയായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആനാകുന്ന കിതാബ് അവതരിപ്പിച്ച അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും. വലം യജ്അൽ ലഹു ഇവജ, അതിൽ യാതൊരു വളവും അവൻ ഏർപ്പെടുത്തിയിട്ടില്ല. മറിച്ച് ഈ ഖുർആൻ യാതൊരു വൈരുദ്ധ്യങ്ങളുമില്ലാത്ത ഏറ്റവും നേരായ പാതയിലേക്ക് നയിക്കുന്ന ഖുർആനാണ്. നോക്കൂ, ഇങ്ങനെ പറഞ്ഞ് അള്ളാഹു ഈ സൂറത്ത് ആരംഭിച്ചിരിക്കുന്നു. ഈ കിതാബ് അവൻ നമുക്ക് അവതരിപ്പിച്ചു തന്നു എന്നത് അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു ഈ കിതാബിലൂടെ നമുക്ക് കാരുണ്യം ചൊരിഞ്ഞിരിക്കുന്നു, സന്മാർഗം കാണിച്ചു തന്നിരിക്കുന്നു, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, യഥാർത്ഥ പ്രകാശത്തിലേക്ക് നമ്മെ വഴി നടത്തിയിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, എത്ര സ്തുതിച്ചാലാണ് മതിയാവുക. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജ. ഈ ഖുർആൻ ഒരു വൈരുദ്ധ്യമോ ഒരു സ്ഥലത്ത് പറഞ്ഞതിനെതിര് മറ്റൊരു സ്ഥലത്തുള്ളതോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഈ ഖുർആനിലില്ല. മറിച്ച് ഇത് നേരായതാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, ഖുർആനിനെ കുറിച്ച് അവർ ഉറ്റാലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അതെങ്ങാനും അല്ലാഹുവിങ്കിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ, റബ്ബല്ലാത്ത മറ്റു വല്ലവരും അവതരിപ്പിച്ചതായിരുന്നുവെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർക്ക് ധാരാളക്കണക്കിന് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇല്ല, യാതൊരു വൈരുദ്ധ്യവുമില്ല. ഇത് സന്മാർഗം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. ഇത് മുബാറക്കായ ഗ്രന്ഥമാണ്. ഇത് പഠിക്കുക, അത് വായിക്കുക, അതിന്റെ പാത ഏതാണോ
ആ പാതയിലൂടെ സഞ്ചരിക്കുക. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ. അള്ളാഹു ചോദിച്ചില്ലേ, അവർ ഖുർആനെ കുറിച്ച് ആലോചിക്കുന്നില്ലേ? അതല്ല ഹൃദയങ്ങൾ പൂട്ടിട്ട് വച്ചിരിക്കുകയാണോ, അത് മൂടപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഈ സൂറത്തിൽ പ്രിയമുള്ളവരെ, ഈ സൂറത്തിൽ പ്രത്യേകമായി നമുക്ക് 4 കഥകൾ ഈ സൂറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളക്കണക്കിന് ഗുണപാഠങ്ങളുള്ള, ഒരുപാട് പാഠങ്ങൾ നമുക്കേകുന്ന 4 പ്രധാനപ്പെട്ട കഥകൾ ഈ സൂറത്തിൽ നമുക്ക് കാണാം. അതിലൊന്നാമത്തേത് ഈ സൂറത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അസ്ഹാബുൽ കഹ്ഫിന്റെ കഥയാണ്. ആ ഗുഹയിലകപ്പെട്ട, ആ ഗുഹയിൽ അഭയം തേടിയ, അങ്ങനെ 300-ൽ പരം വർഷങ്ങൾ റബ്ബ് സുബ്ഹാനഹു തആല ഉറക്കിക്കിടത്തിയ ആ 7 യുവാക്കളുടെ കഥ. അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, അവർ ചെറുപ്പക്കാരായിരുന്നു, യുവാക്കളായിരുന്നു. ആമനു ബിറബ്ബിഹിം, അവരുടെ റബ്ബിൽ അവർ വിശ്വസിച്ചു. സിദ്നാഹും ഹുദ, നാം അവർക്ക് സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. മുശ്രിക്കുകളായ, അല്ലാഹുവിൽ പങ്കുചേർത്തിരുന്ന തങ്ങളുടെ സമൂഹത്തിൽ എഴുന്നേറ്റ് നിന്ന് അവർ പറഞ്ഞു, വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമു ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതത. അവരുടെ ഹൃദയങ്ങൾക്ക് നാം ബലമേകി, അത് നാം ഉറപ്പിച്ചു. അവരവരുടെ ജനതയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ സന്ദർഭം, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ആകാശഭൂമികളുടെ റബ്ബായ അല്ലാഹുവാണ്. അവനല്ലാത്ത ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല. ഞങ്ങളുടെ ദുആ മുഴുവൻ അവനോടാണ്. എന്റെ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ മനസ്സിൽ എന്തുമാത്രമുണ്ട് തൗഹീദ്. ആ തൗഹീദിന്റെ വെളിച്ചം എത്രമാത്രം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ തൗഹീദിനു വേണ്ടി നാം എത്ര സംസാരിച്ചിട്ടുണ്ട്. ശിർക്കിനെതിരിൽ, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ഏറ്റവും കൊടിയ അക്രമത്തിനെതിരിൽ എന്ത് നാം പ്രവർത്തിച്ചിട്ടുണ്ട്, എന്ത് നാം സംസാരിച്ചിട്ടുണ്ട്. അതിനെതിരിൽ ഈ ജനങ്ങളെ പഠിപ്പിക്കാൻ നാം എന്ത് പണിയെടുത്തിട്ടുണ്ട്. നമ്മുടെ യുവാക്കളുടെ സ്ഥിതി എന്താ? അവരിൽ ബഹുഭൂരിപക്ഷത്തിന്റെ അവസ്ഥ എന്താണ്? അവരിങ്ങനെ അശ്രദ്ധയിലും അവരിങ്ങനെ നേരം പോക്കുകളിലും മുഴുകിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് അവർക്ക് യാതൊരു ചിന്തയുമില്ല. പലർക്കും യാതൊരു വിവരവുമില്ല, തൗഹീദിനെ കുറിച്ച് അറിയില്ല. അതൊക്കെ ആരൊക്കെയോ സംസാരിക്കേണ്ട, എനിക്കൊന്നും പറയാൻ, ഞാനൊന്നും സംസാരിക്കാൻ യോഗ്യമല്ലാത്ത, അതൊക്കെ പഴഞ്ചന്മാരായ ചില ആളുകൾ സംസാരിക്കേണ്ട കാര്യമാണ് എന്നാണ് അവരുടെ വിചാരം. എന്നാൽ സഹോദര, നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇതാ നീ അഹങ്കരിക്കുന്ന, നീ മറന്നുപോയിട്ടുള്ള ഈ അനുഗ്രഹം, യൗവനമെന്ന നിന്റെ ഈ അനുഗ്രഹം, അത് വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകും, വളരെ പെട്ടെന്ന് നീങ്ങിപ്പോകും. നീ ഇന്ന് കാണുന്ന തലയും താടിയും ഒക്കെ നരച്ച, നീ ഇന്ന് കാണുന്ന എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ച, നീ ഇന്ന് കാണുന്ന വടികുത്തി നടക്കുന്ന വൃദ്ധന്മാർ ഇന്നലെ നിന്നെ പോലെ ആരോഗ്യവാന്മാരായിരുന്നു, നിന്നെ പോലെ ബലിഷ്ഠരായിരുന്നു, നിന്നെ പോലെ ചോരത്തിളപ്പുള്ളവരായിരുന്നു. എന്താണ് അവരുടെ സ്ഥിതി? എത്ര വേഗത്തിലാണ്, അതിശീഘ്രമാണ് അവർ വാർദ്ധക്യത്തിലേക്ക് പോയത്, മരിച്ചുപോയത്. കുട്ടികളെ നോക്കൂ നിങ്ങൾ, എത്ര പെട്ടെന്നാണ് കുട്ടികൾ വലുതാകുന്നത്. കാലം അത് വേഗത്തിൽ കടന്നുപോകും. നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ ഈ അനുഗ്രഹത്തെക്കുറിച്ച് നീ ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിന്റെ മുന്നിൽ നാളെ പരലോകത്ത് മഹ്ശറിൽ മുന്നിലേക്ക്, അടുത്ത മെഞ്ചിലേക്ക് കാലെടുത്തു വെക്കാൻ ഒരുവന് സാധിക്കുകയില്ല, സ്വർഗത്തിലെത്താൻ സാധിക്കുകയില്ല, ചില ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടല്ലാതെ. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? ഒന്ന് ആയുസ്സിനെ കുറിച്ചാണ്. വഅൻ ഉംരിഹി ഫീമ അഫ്നാഹ്, അവന്റെ ആയുസ്സിനെ കുറിച്ച്, അള്ളാഹു അവന് നൽകിയ ആയുസ്സിനെ കുറിച്ച്. ഫീമ അഫ്നാഹ്, എന്തിനാണ് അവൻ അത് തുലച്ചു കളഞ്ഞത് എന്ന്, എന്തിനാണ് അവൻ തീർത്തു കളഞ്ഞത് അത് എന്ന്. ആ ആയുസ്സിൽ ഉൾപ്പെടുന്നതാണ് യൗവനം. ആയുസ്സിൽ ബാല്യവും യൗവനവും അതുപോലെ വാർദ്ധക്യവും ഒക്കെ ഉൾപ്പെടും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗവനത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. വഅൻ ശബാബിഹി ഫീമ അബ്ലാഹ്, വഅൻ ശബാബിഹി, അവന്റെ യൗവനത്തെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടും. ഫീമ അബ്ലാഹ്, അവൻ എന്തിനാണത് തീർത്തു കളഞ്ഞത് എന്ന്. നോക്കൂ, അല്ലാഹു അവരെ കുറിച്ച് പറയുക, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ, തങ്ങളുടെ റബ്ബിൽ വിശ്വസിച്ച ഒരു പറ്റം ചെറുപ്പക്കാരായിരുന്നു അവർ. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് സൂറത്തുൽ അംബിയായിൽ നമുക്ക് കാണാം. മുശ്രിക്കുകളായ ആളുകൾ അവരുടെ വിഗ്രഹങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ ആരാണിത് ചെയ്തത് എന്ന് പരസ്പരം അന്വേഷിച്ചു. അവർ പറഞ്ഞത് കാണാം,
قالوا سمعنا فتى يذكرهم يقال له إبراهيم. ഈ ബിംബങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, അതിന്റെ നിരർത്ഥകതയെ ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ച ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. സമഅന ഫതൻ യദ്കുറുഹും. ഈ ഇലാഹുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരാളെ, ഒരു ചെറുപ്പക്കാരനെ ഞങ്ങൾക്കറിയാം. യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അലൈഹിസ്സലാം. അതുകൊണ്ട് യുവാക്കളെ, ഇത് അനാവശ്യമായ കാര്യങ്ങളിൽ തുറച്ചു കളയേണ്ട സമയമല്ല. നീ തൗഹീദിനു വേണ്ടി ഉണരുക. നീ അല്ലാഹുവിന്റെ ദീൻ പഠിക്കുക, തൗഹീദ് പഠിക്കുക, ശിർക്കിനെ കുറിച്ച് പഠിക്കുക. അതിനെക്കുറിച്ച് നിനക്ക് സാധിക്കുന്നതുപോലെ, നിനക്ക് അറിയാവുന്നതുപോലെ നീ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എങ്കിൽ സഹോദര, മരണത്തിന്റെ നേരത്ത് നിനക്ക് വയസ്സായാൽ, വാർദ്ധക്യത്തിലെത്തിയാൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിനക്ക് ആശ്വസിക്കാം. കാരണം നീ പ്രവർത്തിച്ചത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹക്കിന് വേണ്ടിയാണ്. അള്ളാഹു എന്തിനും ആലോകരെ പടച്ചുവോ, അവന്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചുവോ, അതിനുവേണ്ടിയാണ് നീ പ്രവർത്തിച്ചത്, അതിനുവേണ്ടിയാണ് നീ സംസാരിച്ചത്. ദുനിയാവിലെ ഏറ്റവും വലിയ തിന്മക്കെതിരെയാണ് നീ പ്രവർത്തിച്ചത് എന്നതോർത്ത് നിനക്ക് ആശ്വസിക്കാം. അതിനേക്കാൾ വലിയ ആശ്വാസം അള്ളാഹുവിന്റെ മുന്നിലെത്തുമ്പോൾ ഇൻഷാ അള്ളാഹ് നിനക്ക് അനുഭവിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അവരെ അള്ളാഹു റബ്ബുൽ ആലമീൻ സംരക്ഷിക്കുകയാണ്. മുവഹിദുകളെ അള്ളാഹു സംരക്ഷിക്കും. തൗഹീദിന്റെ ആളുകളെ അള്ളാഹു സംരക്ഷിക്കും. ആ ജനങ്ങൾ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലാനൊരുങ്ങി. അവർ രക്ഷപ്പെട്ടു. ഒരു ഗുഹയിൽ അവർ അഭയം തേടി. അള്ളാഹു അവരെ ഉറക്കിക്കിടത്തുകയാണ്. 300 വർഷങ്ങൾ വസീദ്, അതിനുശേഷം 9 വർഷങ്ങളും 300 വർഷങ്ങൾ. അത് ചാന്ദ്രമാസം എണ്ണിയാൽ, ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടുള്ള വർഷങ്ങളുടെ കണക്ക് പ്രകാരം എണ്ണിയാൽ അത് 309 വർഷങ്ങൾ വരും. ഏതാണ്ട് അത്ര വരും. നോക്കൂ, അള്ളാഹു അവരെ അത്രയും കാലം ഉറക്കിക്കിടത്തി. അവരുടെ സമൂഹം അത് മാറി വേറെ സമൂഹങ്ങൾ വന്നു. അള്ളാഹു അവരെ എഴുന്നേൽപ്പിക്കുകയാണ്. അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കും എന്നതിനുള്ള വലിയ തെളിവുകളിലൊന്നാണിത്. നമ്മുടെ ഉറക്കം നോക്കൂ, അത് മരണത്തെ അറിയിക്കുന്നു. ഉറക്കിൽ നിന്ന് നാം എഴുന്നേൽക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ അറിയിക്കുന്നു. അതിനുള്ള വലിയ തെളിവുകളിലൊന്നാണത്. നീ ഉറങ്ങുകയില്ല എന്ന് തീരുമാനിക്കുകയാണ് എങ്കിൽ നിനക്ക് സാധിക്കുകയില്ല ഉറങ്ങാതിരിക്കാൻ. മരിക്കുന്നത് വരെ ഉറങ്ങുകയില്ല എന്നൊരാൾ തീരുമാനിക്കുകയാണ്, സാധിക്കുമോ ഉറങ്ങാതിരിക്കാൻ? ഇല്ല. ഇനി ഞാൻ എഴുന്നേൽക്കുന്നില്ല, ഇനി മരണം വരെ ഉറങ്ങിക്കളയാം എന്നൊരാൾ തീരുമാനിച്ചാൽ സാധിക്കുമോ അയാൾക്ക് എഴുന്നേൽക്കാതിരിക്കാൻ? ഇല്ല. എന്നതുപോലെ നിന്റെ മരണം യാഥാർത്ഥ്യമാണ്. നീ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഏതത് യാഥാർത്ഥ്യമാണ്. അതല്ലേ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നാം പറയുന്നത്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. നമ്മെ മരണത്തിനു ശേഷം, നമ്മെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച അള്ളാഹുനാകുന്നു എല്ലാ സ്തുതിയും. അവനിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അവൻ നമ്മെ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ആ മഹ്ശർ, പുനരുദ്ധാനം, മരണത്തിനു ശേഷമുള്ള ജീവിതം ഓരോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും നാം ഓർക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ധാരാളം ഗുണപാഠങ്ങൾ അതിൽ നിന്ന് നമുക്ക് പറയാനുണ്ട്. ചുരുക്കി പറയുക മാത്രമാണ്. ഈ സൂറത്തിൽ പ്രത്യേകമായി അള്ളാഹു വിവരിച്ച രണ്ടാമത്തെ കഥ, അത് 2 പേരുടെ കഥയാണ്. وَاضْرِبْ لَهُمْ مَثَلَ الرَّجُلَيْنِ جَعَلْنَا لِأَحَدِهِمَا جَنَّتَيْنِ مِنْ أَعْنَابٍ وَحَفَفْنَاهُمَا بِنَخْلٍ. അള്ളാഹു പറഞ്ഞു, 2 പേരുടെ ഉദാഹരണം നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക. അതിലൊരാൾക്ക് അള്ളാഹു വലിയ സമ്പത്ത് നൽകി, നല്ല തോട്ടങ്ങൾ നൽകി, ധാരാളം കായ്ക്കനികൾ ഉണ്ടാകുന്ന, അതൊരിക്കലും അതിലെ കായ്കനികൾ മുളക്കാതിരിക്കാറുണ്ടായിരുന്നില്ല. മറിച്ച് എപ്പോഴും ഫലങ്ങൾ നൽകുന്ന തോട്ടം അള്ളാഹു അവന് നൽകി. അതിന്റെ നടുവിലൂടെ അള്ളാഹു അവന് ജലാശയം ഒഴുക്കി കൊടുത്തു. അങ്ങനെയുള്ള ഒരുവനത അതിൽ അഹങ്കരിക്കുകയാണ്. അവൻ പറയുന്നു, ഇതാ നാളെ പരലോകത്ത് അങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി അഥവാ ഉണ്ടായാലും ഇതിനേക്കാൾ നല്ല അവസ്ഥ അള്ളാഹു എനിക്കവിടെ നൽകുന്നതാണ് എന്നൊരുവൻ പറയുകയാണ്. തന്റെ കൂട്ടുകാരനോട്, അത്ര പണക്കാരനല്ലാത്ത തന്റെ കൂട്ടുകാരനോട് അവൻ വാദിക്കുകയാണ്. അവന്റെ കൂട്ടുകാരൻ അവനോട് പറഞ്ഞു, അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ ثم من نطفة ثم سواك رجلا. നീ ആരെയാണ് നിഷേധിക്കുന്നത്? നിന്നെ കേവലം മണ്ണിൽ നിന്ന് പടച്ച റബ്ബിനെയോ?
നിന്നെ ഒരു ബീജക്കണത്തിൽ നിന്ന് സൃഷ്ടിച്ച റബ്ബിനെയോ, എന്നിട്ട് നിന്നെ ഒരു പുരുഷനാക്കി ഒരു ഒറ്റ മനുഷ്യനാക്കി നിന്നെ രൂപപ്പെടുത്തിയ റബ്ബിനെയാണോ നീ നിഷേധിക്കുന്നത്? സകല അഹങ്കാരികൾക്കും അവന്റെ അഹങ്കാരം തീരണമെങ്കിൽ അവൻ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ചില മുൻഗാമികൾ പറഞ്ഞത് കാണാം, മനുഷ്യ നീ എങ്ങനെയാണ് അഹങ്കരിക്കുന്നത്? കാരണം 2 തവണ നജസുകൾ പുറത്തേക്ക് വരുന്ന ഇടത്തിലൂടെ പുറത്തു വന്നവനാണ് നീ. നീ മാതാവിന്റെയും പിതാവിന്റെയും നജസ് പുറത്തു വരുന്ന വഴിയിലൂടെ പുറത്തേക്ക് വന്നവനാണ് നീ. നിന്റെ ശരീരത്തിനുള്ളിൽ എന്താണുള്ളത്? അതിനുള്ളിലുള്ളത് മാലിന്യങ്ങളാണ്. റൂഹ് അങ്ങ് പോയാൽ പിന്നെ മണിക്കൂറുകൾ കഴിയുകയേ വേണ്ടൂ, നിന്റെ ശരീരം അത് അഴുകി തുടങ്ങും. ആളുകൾക്ക് അതിന്റെ അടുത്തേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. ഇതാണ് മനുഷ്യന്റെ സ്ഥിതി. കഫർത ബില്ലദി ഖലഖക മിൻ തുറാബിൻ ثم من نطفة ثم سواك رجلا. നിന്നെ ഈ രൂപപ്പെടുത്തിയ റബ്ബിനെ നീ നിഷേധിക്കുകയാണോ? ആ റബ്ബ് ഉദ്ദേശിച്ചാൽ നിന്റെ ഈ തോട്ടത്തെ ഒന്നാകെ നശിപ്പിക്കാൻ അവന് യാതൊരു പ്രയാസവുമില്ല. നിനക്ക് നൽകിയതിനേക്കാൾ നല്ലത് എനിക്ക് നൽകാൻ റബ്ബിന് യാതൊരു പ്രയാസവുമില്ല. അള്ളാഹു അവന്റെ ആ തോട്ടത്തെ ഒന്നാകെ നശിപ്പിക്കുകയാണ്, ഒന്നും ബാക്കിയില്ല. അവൻ കൈമലർത്തി അവൻ ഖേദിക്കുകയാണ്. പ്രിയമുള്ളവർ, എത്ര സമ്പത്ത് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും, സൗന്ദര്യവും ആരോഗ്യവും അറിവും എന്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും, ഏതേത് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും, തിരിച്ചെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ ഒരാളും തടയാനില്ല. അള്ളാഹു തിരിച്ചെടുക്കാൻ തീരുമാനിച്ചാൽ ആരുണ്ട് നമുക്കത് നൽകാൻ? വലം തകുൻ ലഹു ഫിഅതു യൻസുറൂനഹു മിൻ ദൂനില്ലാഹ് വമാ കാന മുൻതസിറ. അവനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല. അവന് സ്വയം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും സാധിച്ചില്ല. അതുകൊണ്ട് അഹങ്കാരിയുടെ മുഴുവൻ അഹങ്കാരവും തീരും. അത് ദുനിയാവിൽ തന്നെ തീരും. അതല്ലെങ്കിൽ അവന്റെ മരണസമയത്ത് അത് അവസാനിക്കും. മരണത്തിന് ശേഷം അതിനേക്കാൾ ദുഷിച്ചതാണ് അവനെ കാത്തിരിക്കുന്നത്. അതിനുശേഷം അള്ളാഹു ദുനിയാവിന്റെ ഉദാഹരണം ആ കഥ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയുണ്ടായി, വദ്രിബു ലഹും മസലൽ ഹയാത്തി ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാ فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. നോക്കൂ, അള്ളാഹു പറയുന്നത് അവർക്ക് നീ ഈ ഇഹലോക ജീവിതത്തിന്റെ ഉദാഹരണം വിവരിച്ചു കൊടുക്കൂ നബിയെ. ഒരു മഴ പോലെയാണ്. ആ മഴ പെയ്തപ്പോൾ സസ്യങ്ങൾ, അതെല്ലാം വൃക്ഷങ്ങളെല്ലാം തളിർക്കുകയുണ്ടായി, അതിന്റെ പച്ചപ്പ് കാണുകയുണ്ടായി. കുറച്ചു കാലം കഴിയുകയുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് നാം നമുക്ക് ചുറ്റും കാണുന്ന ആയത്താണ്. വഴിയരികിലൂടെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത് എന്താ? പച്ച നിറത്തിലുള്ള ഇലകളും മരങ്ങളും സസ്യങ്ങളുമെല്ലാമാണ്. എന്നാൽ ഒരല്പകാലമേ വേണ്ടി വരികയുള്ളൂ. അത് മഞ്ഞ നിറമായി പോകും, അത് ഉണങ്ങിപ്പോകും. പിന്നെ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പോകും. അത് ദ്രവിച്ചു പോയിട്ടുണ്ടാകും, അതിന്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടുണ്ടാകും. ഇതുപോലെയാണ് നിന്റെ യൗവനവും നിന്റെ വാർദ്ധക്യവും. നിന്റെ യൗവനം ആ മരങ്ങളിലേക്ക് നോക്കൂ, ആ പച്ചപ്പ് പോലെയാണ്. എത്ര പെട്ടെന്നാണ് അത് ഉണങ്ങിപ്പോകുന്നത്. അതുപോലെയാണ് നിന്റെയും സ്ഥിതി. പെട്ടെന്ന് ദുനിയാവ് നീങ്ങിപ്പോകും. അതിന്റെ പളപളപ്പിൽ നീ വഞ്ചിതനായി പോകരുത്. അത് നശിച്ചു പോകാനുള്ളതാണ്, അത് തീർന്നു പോകാനുള്ളതാണ്. എവിടെ ഈ ഭൂമിയിലൂടെ നടന്ന, ഒരു 100 വർഷം മുമ്പ് നടന്ന ഇതനുഭവിച്ച ആളുകൾ എവിടെ? ഈ ഭൂമിയിൽ ജീവിച്ചവരെവിടെ? ഇനി അപ്പുറത്തേക്കും അങ്ങനെയാണ് സഹോദര. വളരെ കുറച്ചു മാത്രമാണ്. തീർന്നു പോകും. തീരാത്തത് അത് പരലോകമാണ്. ഒരിക്കലും അവസാനിക്കാത്തത് അള്ളാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, നീ അവനെ അനുസരിക്കുകയാണെങ്കിൽ. ഈ മനോഹരമായ ഉദാഹരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെ പറയുകയുണ്ടായി. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ കലാം നന്നായി മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ഖുർആനിന്റെ അനുയായികളായി, ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഉൾപ്പെടാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാഹ്. പ്രിയമുള്ളവരെ, റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ വിവരിച്ചിട്ടുള്ള 4 കഥകളിൽ മൂന്നാമത്തേത് മൂസ അലൈഹിസ്സലാമിന്റെ യാത്രയുമായി ബന്ധപ്പെട്ട കഥയാണ്. മൂസ അലൈഹിസ്സലാം തൗറാത്ത് നൽകപ്പെട്ടതിനു ശേഷം ബനു ഇസ്രായേലിൽ എഴുന്നേറ്റ് നിന്ന് ഒരു പ്രസംഗം പ്രസംഗിക്കുകയുണ്ടായി. അത് കേട്ടപ്പോൾ ആളുകളുടെ എല്ലാം കണ്ണു നിറഞ്ഞുപോയി. അവരിൽ ഒരാൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളെക്കാൾ അറിവുള്ള ആരെങ്കിലും ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇല്ല. കാരണം മൂസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലാണ്. മൂസാ നബിയേക്കാൾ ശ്രേഷ്ഠരായ ഒരാളും അന്ന്
ജീവിച്ചിരിക്കുന്നില്ല? മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഇല്ല. പക്ഷെ യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് അല്ലാഹു അലം എന്നായിരുന്നു, അള്ളാഹുവിനാണ് കൂടുതൽ അറിയുക എന്നതായിരുന്നു. അതുകൊണ്ട് മൂസ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു ബല അബ്ദുന ഖദിർ, അല്ല നമ്മുടെ അടിമയായ ഖദിർ ഉണ്ട്. ഖദിർ അലൈഹിസ്സലാമിന് മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെടാത്ത ചില വിജ്ഞാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ ഖദിറിന് നൽകപ്പെടാത്ത ചില വിജ്ഞാനങ്ങൾ മൂസ അലൈഹിസ്സലാമിന് നൽകപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ. അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം ഒരു നബിയാണെന്നും വലിയാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. പക്ഷെ നബിയാണ് എന്ന അഭിപ്രായമാണ് വല്ലാഹു അലം കൂടുതൽ ശരിയായ അഭിപ്രായം. ഖദിർ അലൈഹിസ്സലാമിനെ അന്വേഷിച്ചു പോകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഒരടയാളമുണ്ട്. മൂസ അലൈഹിസ്സലാം റബ്ബിനോട് പറയുകയാണ് എവിടെയാണ് ഖദിറിന്റെ അരികിലെത്താൻ എന്തു ചെയ്യണം, എവിടെയാണ് അദ്ദേഹം? അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരു അടയാളം പറഞ്ഞു കൊടുത്തു. മൂസ അലൈഹിസ്സലാം യാത്ര പോവുകയാണ്. നോക്കൂ, തൗറാത്ത് നൽകപ്പെട്ടതിനു ശേഷം, പ്രായം ചെന്നതിനു ശേഷം മൂസ അലൈഹിസ്സലാം അറിവ് അന്വേഷിച്ചു പുറപ്പെടുകയാണ്. മതവിജ്ഞാനം അത് നമ്മൾ എത്ര നേടിയാലും ഒരിക്കലും അത് അവസാനിക്കുന്നില്ല. ഒരാൾക്ക് എപ്പോൾ താൻ എല്ലാം പഠിച്ചു എന്ന് തോന്നിയോ അത് അവന്റെ അവസ്ഥ മോശമാണ്, അതിലേക്കുള്ള സൂചനയാണത്. അതേസമയം യഥാർത്ഥ വിജ്ഞാനം അത് എത്ര നേടിയാലും അത് നേടിക്കൊണ്ടിരിക്കെ ഒരാൾക്ക് അനുഭവപ്പെടുക താനൊന്നും പഠിച്ചിട്ടില്ല എന്ന്, പഠിച്ചതിനേക്കാൾ എത്രയോ അധികം ഇനിയും പഠിക്കാനുണ്ട് എന്ന്. അതിന് പ്രായം തടസ്സമല്ല, അതിന് സ്ഥാനം തടസ്സമല്ല. മൂസ അലൈഹിസ്സലാം ഈ ഉന്നതമായ സ്ഥാനത്തായിരിക്കെ, ഈ പ്രായത്തിലായിരിക്കെ അത് അറിവന്വേഷിച്ച് യാത്ര പോവുകയാണ്, പുറപ്പെടുകയാണ്. ഖദിർ അലൈഹിസ്സലാമിനെ കണ്ടു. എന്നിട്ട് മൂസ അലൈഹിസ്സലാം പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. ഖദിർ അലൈഹിസ്സലാമിനോട് മൂസ അലൈഹിസ്സലാം പറയുകയാണ് ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ. എന്തൊരു വിനയത്തിന്റെ വാക്കാണത് എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മൂസ അലൈഹിസ്സലാം ഖദിറിനോട് പറഞ്ഞു ഹൽ അത്തബിഉക, ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നോട്ടെ, അലാ അൻ തുഅല്ലിമനി, നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി, മിമ്മ ഉല്ലിംത റുഷ്ദ, അല്ലാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന സന്മാർഗത്തിൽ നിന്ന് നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാൻ. നോക്കൂ നിങ്ങൾ, പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ പോലെ ഞാനും കൂടെ ഉണ്ട് എന്നല്ല, ഞാൻ നിങ്ങളുടെ പിന്നാലെ വന്നോട്ടെ, കൂടെ വന്നോട്ടെ, എനിക്ക് നിങ്ങളിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നല്ല, നിങ്ങൾ എനിക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ. അലാ അൻ തുഅല്ലിമനി മിമ്മ ഉല്ലിംത റുഷ്ദ, നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട, അള്ളാഹു പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ. എന്തൊരു വിനയത്തിന്റെ വാക്കാണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് എന്ന് നോക്കൂ നിങ്ങൾ. അങ്ങനെ 3 സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഖദിർ മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നു എന്നോടൊന്നും ഇങ്ങോട്ട് ചോദിക്കരുത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരുന്നത് വരെ എന്ന നിബന്ധനയിലാണ് പുറപ്പെടുന്നത്. അങ്ങനെ 3 സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, സൗജന്യമായി അവർക്ക് യാത്ര ചെയ്യാൻ സൗകര്യം ഒരുക്കി കൊടുക്കപ്പെട്ട ഒരു കപ്പൽ, അതിന്റെ ചില ഭാഗങ്ങൾ ഖദിർ അലൈഹിസ്സലാം കേടുവരുത്തി. മറ്റൊന്ന്, ഒരു ചെറിയ കുട്ടിയെ ഖദിർ അലൈഹിസ്സലാം തല പിഴുത് കൊലപ്പെടുത്തുകയുണ്ടായി. മൂന്നാമത്തേത്, ഒരു നാട്ടിൽ അവിടെ എത്തിയപ്പോൾ ആരും അവരെ സ്വീകരിച്ചില്ല, അവർക്ക് നൽകേണ്ട ആതിഥ്യം നൽകിയില്ല. എന്നിട്ടും ആ നാട്ടിൽ വീഴാറായ ഒരു ചുമർ, ഒരു മതിൽ, അത് ഖദിർ അലൈഹിസ്സലാം കെട്ടിക്കൊടുത്തു. ഈ 3 കാര്യങ്ങൾ ഖദിർ അലൈഹിസ്സലാം ചെയ്തു. മൂസ അലൈഹിസ്സലാമിന് സബർ കിട്ടിയില്ല. മൂസ അലൈഹിസ്സലാം ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ചോദിച്ചു. ആദ്യത്തെ ചോദ്യത്തിൽ ഖദിർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ ചോദിക്കാൻ പാടില്ല എന്ന്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഞാൻ മറന്നുപോയതാണ്, ഓർമ്മയില്ലാതെ ചെയ്തതിന് നിങ്ങൾ എനിക്ക് എതിരെ നടപടിയെടുക്കരുത്. രണ്ടാമത്തേതിന് വീണ്ടും മൂസ അലൈഹിസ്സലാം ചോദിച്ചു. ഖദിർ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ലേ ചോദിക്കരുത്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഇനി ചോദിച്ചാൽ നിങ്ങൾക്ക് എനിക്കെതിരെ നടപടിയെടുക്കാം. മൂന്നാമതും ചോദിച്ചപ്പോൾ ഖദിർ പറഞ്ഞു ഹാദാ ഫറാഖു ബൈനി വബൈനിക്, ഇവിടെ നമ്മൾ വേർപിരിയുകയാണ്. എന്നിട്ട് ആ 3 പിന്നിലുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഖദിർ പറഞ്ഞു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ അതെല്ലാം അള്ളാഹുവിന്റെ വഹ്യനുസരിച്ചാണ്. ഖദിർ അത് പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, മറിച്ച് അള്ളാഹുവിന്റെ വഹ്യനുസരിച്ച് ചെയ്തതാണ്, റബ്ബിന്റെ വഹ്യനുസരിച്ച് ചെയ്തതാണ്. ആ കപ്പൽ അത് കേടുവരുത്താനുള്ള കാരണം, കേടുപാടുകളില്ലാത്ത കപ്പലുകൾ പിടിച്ചെടുക്കുന്ന ഒരു അക്രമിയായ രാജാവ് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കേടുപാട് കണ്ടാൽ അയാൾ പിടിച്ചെടുക്കുകയില്ല, വെറുതെ വിടും. ആ ചെറിയ കുട്ടിയെ കൊലപ്പെടുത്തിയത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ മുഅ്മിനുകളായിരുന്നു. ഈ കുഞ്ഞ് വലുതായി ഒരു കാഫിറായി തീരുകയും ആ മാതാപിതാക്കളെ വഴികേടിലാക്കുകയും ചെയ്യും.
അത് സംഭവിക്കാതിരിക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഖദർ അലൈഹിസ്സലാം കുട്ടിയെ കൊലപ്പെടുത്തിയത്. അതുപോലെ ആ ചുമർ അത് 2 യതീമുകളായ ആളുകളുടേതായിരുന്നു, കുട്ടികളുടേതായിരുന്നു. അവരുടെ പൂർവ്വപിതാക്കൾ അവരുടെ 2 പേരുടെയും അവരുടെ തലമുറയിലെ പിതാക്കൾ നല്ല ആളുകളായിരുന്നു. ആ നല്ല പിതാക്കളുടെ സൽപ്രവർത്തനം കാരണത്താൽ അള്ളാഹു മക്കളെ അവരുടെ പരമ്പരയെ സംരക്ഷിക്കുകയാണ്. ധാരാളം പാഠങ്ങൾ ഈ സംഭവങ്ങളിലുണ്ട്. സഹോദര, നിന്റെ സാലിഹായ അമൽ മുഖേന അള്ളാഹു നിന്റെ മക്കളെ സംരക്ഷിക്കും. നോക്കൂ, നിങ്ങൾ നമ്മുടെ മുൻഗാമികൾ മക്കളോട് പറയാറുണ്ടായിരുന്നു, നിനക്ക് വേണ്ടി ഞാനൊരു 2 റക്അത്ത്, നിന്നെ അള്ളാഹു സംരക്ഷിക്കാൻ ഞാനൊരു 2 റക്അത്ത് അധികം നിസ്കരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്റെ നന്മ അത് നിന്റെ മക്കളെ അല്ല ഒരുപാട് തലമുറകളെ അള്ളാഹു അത് മുഖേന സംരക്ഷിക്കാൻ കാരണമായേക്കും. അതുകൊണ്ട് നന്മ വർദ്ധിപ്പിക്കുക. ആരെ ഓർത്ത്? നമുക്ക് വേണ്ടി, അതുപോലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി അള്ളാഹു സംരക്ഷിക്കുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഇതിലൊന്നിലും ഒരിക്കലും മൂസ അലൈഹിസ്സലാം കൽപ്പിച്ച അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി ഖദർ അലൈഹിസ്സലാം പ്രവർത്തിച്ചിട്ടില്ല. ചില സൂഫികൾ, ചില പിടച്ച ചിന്താഗതിയുടെ ആളുകൾ പറയാറുണ്ട്, ഈ കഥയെടുത്ത് കണ്ടോ, നമ്മുടെ മശായിഖന്മാർ നിസ്കരിക്കുകയില്ല. ചോദിക്കാൻ പാടില്ല, എന്താ ഖദർ ചെയ്തതുപോലെ എന്തെങ്കിലും നമുക്കറിയാത്ത രഹസ്യം അതിന്റെ പിന്നിലുണ്ടാകും. നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ സൂഫി ഷെയ്ഖുമാർ അവർ കള്ളു കുടിക്കും. പക്ഷെ കള്ള് കണ്ടാലും നമ്മൾ പാലാണെന്ന് കരുതണം, ഇത് കള്ളാണെന്ന് കരുതരുത്. നോക്കൂ നിങ്ങൾ, ഇത് തികഞ്ഞ കുഫറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. സഹോദര, നീ ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരാളെ കുറിച്ച് നീ വിശ്വസിക്കാൻ, അവന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ബാധകമല്ല എന്ന് വിശ്വസിച്ചാൽ അതോടെ നീ ഇസ്ലാം നിന്ന് പുറത്തു പോകും. സുബ്ഹാനല്ലാഹ്, നീ ഇസ്ലാം പാലിക്കുന്നവനാണ് എങ്കിൽ പോലും, നീ ഇസ്ലാം പാലിക്കുന്നവനാണ്, പക്ഷെ വേറൊരാളെ കുറിച്ച് നീ വിചാരിക്കാൻ അവന് ഇസ്ലാം ബാധകമല്ല, ചില നിയമങ്ങൾ അവന് ബാധകമല്ല, അവന് നിസ്കരിക്കാതിരിക്കാം, അവന് കള്ളുകുടിക്കാം, അവന് വ്യഭിചാരം അനുവദനീയമാണ് എന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടെ ദുനിയാവിലെ എല്ലാവർക്കും, ലോകത്തെല്ലാവർക്കും ഖിയാമത്ത് നാൾ വരെയുള്ള ജിന്നിനും ഇൻസിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ബാധകമാണ്. അതിൽ നിന്ന് പുറത്തു പോകാൻ ഒരാൾക്കും അനുവാദമില്ല. ഖദറിന്റെ കഥ പിടിച്ച് ആരെങ്കിലും അങ്ങനെ തങ്ങളുടെ സൂഫി ഷെയ്ഖുമാർക്ക് അല്ലെങ്കിൽ ആർക്കെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് പണ്ഡിതന്മാർ, അഹ്ലുസുന്നത്തിന്റെ ഉലമാ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഫത്ഹുൽ ബാരിയിൽ നമുക്കത് കാണാം. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തെക്കാൾ മുൻഗാമികളായ പണ്ഡിതന്മാരിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നതും രേഖപ്പെടുത്തുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മൂസ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റസൂലിനെ പോലെയല്ല, മറിച്ച് ബനു ഇസ്രായേലിലേക്കുള്ള റസൂലാണ് മൂസ അലൈഹിസ്സലാം. ലോകർക്ക് മുഴുവൻ, ഭൂമിയിലുള്ള അന്നത്തെ മുഴുവൻ ആളുകളിലേക്കുമുള്ള റസൂലല്ല. എന്നാൽ ഖദർ അലൈഹിസ്സലാമിന് അള്ളാഹു പ്രത്യേകമായി വഹി നൽകിയിട്ടുണ്ട്. ആ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഖദർ അലൈഹിസ്സലാം പ്രവർത്തിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഇനി ആരാണ് അങ്ങനെ ഉള്ളത്? ഒരാളുമില്ല. ഖദറിന്റെ സ്ഥാനമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെയാണ് ഖദർ മരണപ്പെട്ടിട്ടില്ല എന്ന ചില ആളുകളുടെ വിശ്വാസം. ഖദർ ഞങ്ങളുടെ മജ്ലിസിൽ വരാറുണ്ട്, നമ്മുടെ ഔലിയാക്കന്മാരുടെ മജ്ലിസിൽ വരാറുണ്ട്. അല്ല, ഖദർ അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശരി. ബാക്കിയുള്ള നബിമാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മുമ്പുള്ള നബിമാർ, ഈസ അലൈഹിസ്സലാം ഒഴികെയുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ ഖദറും മരണപ്പെട്ടിട്ടുണ്ട്. ഈസ അലൈഹിസ്സലാം അവസാന കാലത്ത് ഇറങ്ങി വരികയും ഈ ലോകത്ത് വെച്ച് മരണപ്പെടുകയും ചെയ്യും. ഈസ അലൈഹിസ്സലാമിന്റെ കാലത്ത് നടക്കാൻ പോകുന്ന ഒരു സംഭവം സൂചിപ്പിക്കുന്ന ഒരു കഥയാണ് സൂറത്തുൽ കഹ്ഫിലെ 4ാമത്തെ കഥ. അത് ദുൽഖർനൈനിന്റെ കഥയാണ്. وَيَسْأَلُونَكَ عَنْ ذِي الْقَرْنَيْنِ قُلْ سَأَتْلُو عَلَيْكُمْ مِنْهُ ذِكْرًا. ദുൽഖർനൈനിനെ കുറിച്ച് അവർ നബിയെ താങ്കളോട് ചോദിക്കുന്നു, പറയുക സഅത്ലു അലൈക്കും മിൻഹു ദിക്റ, ദുൽഖർനൈനിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പണ്ട് കാലത്ത് ലോകമൊന്നാകെ അടക്കി ഭരിച്ചിരുന്ന മുസ്ലിമായ ഒരു ഭരണാധികാരിയായിരുന്നു ദുൽഖർനൈൻ. അദ്ദേഹം ഭൂമിയുടെ കിഴക്കിന്റെ അങ്ങേതലക്ക് പോയി, അതുപോലെ പടിഞ്ഞാറിന്റെ അങ്ങേതലയിൽ പോയി, ഭൂമിയിൽ പല ഭാഗത്തേക്ക് ദുൽഖർനൈൻ സഞ്ചരിച്ചു. അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് അവരോട് നല്ല വാക്ക് പറയുകയും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചവരെ അവർക്കുള്ള ശിക്ഷ ദുൽഖർനൈൻ നൽകുകയും ചെയ്തു.
അതിനിടയിൽ അതാ ഒരു നാട്ടിൽ വിദൂരമായ ഒരു ദേശത്ത് ദുൽഖർനൈൻ എത്തുകയാണ്. ആ നാട് എത്രത്തോളം വിദൂരം എന്നാൽ ആ നാട്ടുകാർക്ക് ഒരു ഭാഷയും മനസ്സിലാകുന്നില്ല എന്ന രൂപത്തിലുണ്ട്. ഒരു ഭാഷയും അവർക്ക് തിരിയാത്ത രൂപത്തിൽ അത്രയും വിദൂരമായ ദേശത്തുള്ളവരായിരുന്നു അവർ. രണ്ട് മലയിടുക്കുകൾക്കിടയിൽ താമസിക്കുന്നവരായിരുന്നു അവർ. ദുൽഖർനൈനിനോട് പറഞ്ഞു, ഇതാ യജൂജ് മഅജൂജ് എന്നീ രണ്ട് വിഭാഗങ്ങൾ വലിയ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരിൽ നിന്ന് രക്ഷ കിട്ടാൻ ഒരു മതിൽ താങ്കൾ പണിതു തരണം. ദുൽഖർനൈൻ അവർക്ക് വേണ്ടി ഒരു വലിയ മതിൽ പണിതു കൊടുക്കുകയാണ്. ആ മതിലിന്റെ പ്രത്യേകത അതിൽ തുളയുണ്ടാക്കാൻ സാധ്യമല്ല, അത് ബലിഷ്ഠമാണ്. അതുപോലെ അത് ചാടിക്കടക്കാൻ സാധ്യമല്ല, വഴുതിപ്പോകും, ആ രൂപത്തിലാണ്. അങ്ങനെ ഉള്ള വലിയ മതിൽ ദുൽഖർനൈൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ ദുൽഖർനൈൻ പറയുകയുണ്ടായി, ആ മതിൽ നിർമ്മിച്ചതിന് ശേഷം, ഖാല ഹാദാ റഹ്മത്തുൻ മിർ റബ്ബി, ഇതെന്റെ റബ്ബിന്റെ കാരുണ്യമാണ്. فإذا جاء وعد ربي جعله دكاء وكان وعد ربي حقا وتركنا بعضهم يومئذ يموج. അല്ലാഹു പറയുകയുണ്ടായി, അതാ ഇത് ദുൽഖർനൈൻ പറഞ്ഞു, ഇത് എന്റെ റബ്ബിന്റെ കാരുണ്യമാണ്. എന്റെ റബ്ബിന്റെ വാഗ്ദാനം വന്നെത്തിയാൽ അവൻ ഈ മതിൽ തകർക്കുന്നതാണ്, ഇത് തകർന്നു പോകുന്നതാണ്. അങ്ങനെ യജൂജ് മഅജൂജ് മേൽക്കുമേൽ കുമിഞ്ഞുകൂടുന്ന രൂപത്തിൽ അവർ ആർത്തലച്ച് വരുന്നതാണ്. അതെപ്പോഴാണ് സംഭവിക്കുക? ഖിയാമത്ത് നാൾ അടുത്താലാണ് സംഭവിക്കുക. അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള വലിയ ഒരു വിഭാഗമാണ് യജൂജ് മഅജൂജ് എന്ന് പറയുന്ന വിഭാഗം. അവർ ഭൂമിയിലുള്ള ജന്തുക്കളെയും മനുഷ്യരെയും എല്ലാം തിന്നു തീർക്കുന്ന, നശിപ്പിക്കുന്ന ഒരു വിഭാഗമാണ്. ഈസ അലൈഹിസ്സലാം ആ കാലത്ത് ഭൂമിയിലുണ്ടാവും. എന്നാൽ ഈസ അലൈഹിസ്സലാമും മുഅ്മിനുകളും തൂർ പർവ്വതത്തിൽ അവിടെ അഭയം തേടേണ്ടി വരും. ഭൂമിയിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. കാരണം ഈ ആളുകളുടെ അവർ കാണുന്നതിനെല്ലാം നശിപ്പിച്ചു കളയും, കൊന്നുകളയും. ഈസ അലൈഹിസ്സലാമും മുഅ്മിനുകളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. അള്ളാഹു അത് അവരുടെ കഴുത്തുകളിൽ ഒരു തരം പുഴുവിനെ അയക്കുകയാണ്. ആ പുഴു അവരെ എല്ലാവരെയും ഒന്നടങ്കം, ഒരു മനുഷ്യൻ മരിച്ചു വീഴുന്നത് പോലെ അവരെല്ലാം ഒറ്റയടിക്ക് ചത്തുവീഴുന്നതാണ്. പിന്നീട് അള്ളാഹു ഒരു വലിയ പക്ഷികളെ, ഒരു കൂട്ടം പക്ഷികളെ അയക്കുകയും അവരുടെ ശരീരങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് എടുത്തുകൊണ്ടുപോവുകയും അള്ളാഹു ഉദ്ദേശിച്ച സ്ഥലത്ത് കൊണ്ടുപോയി ഇടുകയും ഒരു മഴ വർഷിപ്പിച്ച് ഈ ഭൂമി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവങ്ങളെല്ലാം ഖിയാമത്ത് നാളിനോട് അടുപ്പിച്ച് സംഭവിക്കുമെന്ന് നമ്മെ സഹീഹായ ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അത് വരാതിരിക്കാൻ ദുൽഖർനൈൻ കെട്ടിയ മതിലാണത്. സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് കടക്കുകയുണ്ടായി. ദഖല അലൈഹ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്അൻ, നബി പറഞ്ഞുകൊണ്ടിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വൈലുൽ ലിൽ അറബി മിൻ ശർരിൻ ഖദ് ഇഖ്തറബ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അറബികളുടെ കാര്യം കഷ്ടമാണ്. ഇതാ ഒരു ഷർ, ഒരു ദുരന്തം അടുത്തിരിക്കുന്നു. ഫുതിഹൽ യൗമ, ഇതാ ഇന്ന് തുറക്കപ്പെട്ടിരിക്കുന്നു, തുളയുണ്ടാക്കിയിരിക്കുന്നു. മിൻ റദ്മി യഅജൂജ് വമഅജൂജ് മിസ്ല ഹാദിഹി, ഇതാ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തള്ളവിരലും അവിടുത്തെ ചൂണ്ടുവിരലും വട്ടം പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതാ ഇതുപോലെ ഇത്രയും വണ്ണമുള്ള ഒരു തുള യഅജൂജ് മഅജൂജിന്റെ ദുൽഖർനൈൻ ഉണ്ടാക്കിയ ആ ചുമരിൽ ഇന്ന് വീണിരിക്കുന്നു. എന്നിട്ട് അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീന സ്സാലിഹൂൻ, സാലിഹുകളായ ആളുകൾ, നന്മയുള്ള ആളുകൾ ഞങ്ങളിൽ ഉണ്ടായിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുമോ, ഞങ്ങൾ നശിച്ചു പോകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബസ്, അതെ, വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ വ്യാപകമായാൽ, കുറച്ച് നല്ല ആളുകളുണ്ട് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ വരാതിരിക്കുകയില്ല. അതുകൊണ്ട് വൃത്തികേടുകൾക്കെതിരിൽ, തോന്നിവാസങ്ങൾക്കെതിരിൽ ശബ്ദിക്കാൻ, അതിനെതിരിൽ ആളുകളെ നന്മ ഉപദേശിക്കാൻ പ്രിയമുള്ളവരെ നമ്മൾ തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതെ, നശിപ്പിക്കപ്പെടും എപ്പോൾ വൃത്തികേടുകൾ വ്യാപകമായാൽ. അവരിൽ സാലിഹുകൾ ഉണ്ടെങ്കിലും അവരിൽ സാലിഹുകളായ ആളുകൾ ഉണ്ടായിരിക്കാൻ നശിപ്പിക്കപ്പെടുമോ എന്നാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ ചോദ്യം. ഈ മഹത്തായ സൂറത്ത് അല്ലാഹു അത് ഇഖ്ലാസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലൈ أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. പറയൂ നബിയെ, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. എനിക്ക് വഹി നൽകപ്പെടുന്നു, നിങ്ങളുടെ ഇലാഹ് അല്ലാഹു ഒരുവൻ മാത്രമാണ്, അവനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല.
അതുകൊണ്ട് ആരെങ്കിലും തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുവോ അവൻ സൽപ്രവർത്തനം പ്രവർത്തിക്കട്ടെ. വലാ യുശ്രിക് ബിഇബാദതി റബ്ബിഹി അഹദ, തന്റെ റബ്ബിനുള്ള ഇബാദത്തിൽ അവൻ ഒരാൾക്കും ഒരു പങ്കും നൽകാതിരിക്കട്ടെ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതിരിക്കട്ടെ. ചെറുതോ വലുതോ ആയ ശിർക്കിൽ നിന്ന് അവൻ മുക്തനായിരിക്കട്ടെ. അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ വാക്കും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക. അള്ളാഹു തൗഹീദിലായി ജീവിക്കാൻ, ചെറുതും വലുതുമായ ശിർക്കിൽ നിന്ന് മുക്തരായി ജീവിക്കാൻ, ഇസ്ലാമിലായി ഇഖ്ലാസിലായി മരിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. وصلى الله وسلم على نبينا محمد.